ഹലോ, എല്ലാവർക്കും സ്റ്റോറി ടെല്ലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫേഴ്സ് സ്റ്റോണിൻ്റെ ദ സോർട്ടിംഗ് ഹാറ്റ് എന്ന ചാപ്റ്ററിൻ്റെ ബാക്കി കേൾക്കാം. ആദ്യമായി ഹോഗ്വാർട്സിൽ എത്തിയ ഹാരി ഫീസ്റ്റ് കഴിച്ചതിന് ശേഷം ഡംബിൾഡോർ തേർഡ് ഫ്ലോർ കോറിഡോറിലേക്ക് പോകാൻ പാടില്ല എന്ന് വിലക്കുന്നിടത്താണ് നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത്. So without further ado, let's jump into the story. ഹാരി ചിരിച്ചു. അങ്ങനെ ചെയ്ത ചുരുക്കം ചിലരിൽ ഒരാളായിരുന്നു അവൻ. അദ്ദേഹം തമാശ പറയുന്നതായിരിക്കും അല്ലേ? അവൻ പേഴ്സിയോട് മന്ത്രിച്ചു. ആയിരിക്കണം. ഡംബിൾഡോറിനെ നോക്കി മുഖം ചുളിച്ചുകൊണ്ട് പേഴ്സി പറഞ്ഞു. ഇങ്ങനെ ഉണ്ടാകാറില്ല, കാരണം അദ്ദേഹം സാധാരണയായി എവിടെയെങ്കിലും പോകാൻ അനുവാദമില്ലെങ്കിൽ അതിൻ്റെ കാരണം പറയാറുണ്ട്. ആ കാട് അപകടകാരികളായ മൃഗങ്ങളാൽ നിറഞ്ഞതാണ്. എല്ലാവർക്കും അതറിയാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറഞ്ഞത് ഞങ്ങളോട്, അതായത് പ്രിഫെക്സുകളോടെങ്കിലും അദ്ദേഹം പറയും. ഇനി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് സ്കൂൾ ഗാനം ആലപിക്കാം. ഡംബിൾഡോർ നിലവിളിച്ചു. മറ്റ് അധ്യാപകർ അവരുടെ പുഞ്ചിരി കടിച്ചമർത്തുന്നത് ഹാരി ശ്രദ്ധിച്ചു. ഒരു ഈച്ചയെ അറ്റത്തു നിന്ന് പറത്താൻ ശ്രമിക്കുന്നത് പോലെ ഡംബിൾഡോർ തന്റെ വടി ചെറുതായൊന്നിളക്കി. അതിൽ നിന്ന് ഒരു നീണ്ട സ്വർണ്ണ റിബൺ പറന്നുയർന്നു. അത് മേശകൾക്ക് മുകളിൽ ഉയർന്നു നിന്ന് പാമ്പിനെ പോലെ വാക്കുകളായി വളഞ്ഞൊടിഞ്ഞു. എല്ലാവരും അവരവരുടെ ഇഷ്ടപ്പെട്ട ഇനം തിരഞ്ഞെടുക്കൂ, ഡംബിൾഡോർ പറഞ്ഞു. നമുക്ക് തുടങ്ങാം. സ്കൂൾ അമറി. ഹോഗ്വാർട്സ് ഹോഗ്വാർട്സ് ഹോഗിവാട്ടി ഹോഗ്വാർട്സ്. ഞങ്ങളെ എന്തെങ്കിലും പഠിപ്പിക്കൂ. മുടികൊഴിഞ്ഞ വൃദ്ധന്മാരാവട്ടെ, മുട്ടിൽ പാടുള്ള കുഞ്ഞുങ്ങളാവട്ടെ, നല്ല അറിവുകൊണ്ട് ശൂന്യമായ തലച്ചോറുകൾ നിറയണം. ഇപ്പോൾ അവിടെ പൊടിപടലം മാത്രം. അതുകൊണ്ട് പഠിപ്പിക്കൂ. നമ്മൾ അറിയേണ്ടതായ കാര്യങ്ങളെല്ലാം, നമ്മൾ മറന്നുപോയതെല്ലാം തിരികെ തരൂ. നിങ്ങൾ ശ്രമിക്കൂ, ഞങ്ങളും ശ്രമിക്കാം. മസ്തിഷ്കം തളരുന്നതുവരെ പഠിച്ചുകൊണ്ടിരിക്കാം. എല്ലാവരും വ്യത്യസ്ത സമയങ്ങളിലാണ് പാട്ട് പൂർത്തിയാക്കിയത്. ഒടുവിൽ ശവസംസ്കാര ഘോഷയാത്രയിൽ എന്ന പോലെ വളരെ മന്ദഗതിയിൽ പാടിയ വീസ്ലി ഇരട്ടകൾ മാത്രം അവശേഷിച്ചു. ഡംബിൾഡോർ തന്റെ വടി ഉപയോഗിച്ച് അവരെ അവസാനത്തെ ചില വരികൾ പാടിച്ചു. അവർ പാടി പൂർത്തിയാക്കിയപ്പോൾ ഏറ്റവും ഉച്ചത്തിൽ കൈയടിച്ചവരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഹാ, സംഗീതം! അദ്ദേഹം കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. നമ്മൾ ഇവിടെ ചെയ്യുന്ന എല്ലാത്തിനും അപ്പുറമുള്ള ഒരു മാജിക്. ഇനി ഉറക്ക സമയം. എല്ലാവരും പൊയ്ക്കോളൂ. ഗ്രിഫിൻഡോറിന്റെ ആദ്യ വർഷ കുട്ടികൾ പേഴ്സിയെ പിന്തുടർന്ന് കൂട്ടം കൂടി ഗ്രേറ്റ് ഹാളിൽ നിന്ന് മാർബിൾ പടികൾ കയറി. ഹാരിയുടെ കാലുകൾ വീണ്ടും മരവിച്ചു. പക്ഷേ അവൻ വയറ് നിറഞ്ഞ് ക്ഷീണിച്ചിരുന്നു. ഇടനാഴികളിലെ ഛായാചിത്രങ്ങളിലുള്ള ആളുകൾ അവർ കടന്നു പോകുമ്പോൾ മന്ത്രിക്കുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തതോ, അല്ലെങ്കിൽ സ്ലൈഡിംഗ് പാനലുകൾക്കും തൂക്കിയിട്ട തിരശീലകൾക്കും പിന്നിൽ മറഞ്ഞിരിക്കുന്ന വാതിലുകളിലൂടെ പേഴ്സി 2 തവണ അവരെ നയിച്ചതോ കണ്ട് അവന് അത്ഭുതപ്പെടാൻ പോലും കഴിഞ്ഞില്ല. കോട്ടുവായിട്ട് കാലുകൾ വലിച്ചുകൊണ്ട് അവർ കൂടുതൽ പടികൾ കയറി. പെട്ടെന്ന് അവർ എത്ര ദൂരം പോകണമെന്ന് ഹാരി ചിന്തിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും നടപ്പ് നിന്നു. ഒരു കെട്ട് വാക്കിംഗ് സ്റ്റിക്കുകൾ അവരുടെ മുന്നിൽ വായുവിൽ പൊങ്ങിക്കിടക്കുകയായിരുന്നു. പേഴ്സി അതിനടുത്തേക്ക് ഒരു ചുവട് വെച്ചപ്പോൾ അത് അവന്റെ നേരെ സ്വയം എറിയാൻ തുടങ്ങി. പീസ്! പേഴ്സി 1ാം വർഷ കുട്ടികളോട് മന്ത്രിച്ചു. ഒരു കുട്ടിച്ചാത്തന! അവൻ ശബ്ദമുയർത്തി. പീസ്, മറിഞ്ഞിരിക്കാതെ വാ! ഒരു ബലൂണിൽ നിന്ന് വായു പുറത്തേക്ക് വിടുന്നത് പോലെയുള്ള ഉച്ചത്തിലുള്ള ഒരു ശബ്ദം പുറത്തു വന്നു. ബ്ലഡി ബാരണിനെ ഞാൻ വിളിക്കണോ?
ഒരു പോപ്പ് ശബ്ദത്തോടെ ക്രൂരമായ ഇരുണ്ട കണ്ണുകളും വിടർന്ന വായയുമുള്ള ഒരു കൊച്ചു മനുഷ്യൻ വാക്കിംഗ് സ്റ്റിക്കുകൾ പിടിച്ചുകൊണ്ട് വായുവിൽ കാലുകൾ കൂട്ടിപ്പിടിച്ച് പൊങ്ങിക്കിടന്നു. ഓ, അവൻ ഒരു ദുഷ്ടച്ചിരിയോടെ പറഞ്ഞു. കൊച്ചു കുഞ്ഞുങ്ങൾ, എന്തു രസം! അവൻ പെട്ടെന്ന് അവരുടെ നേരെ പാഞ്ഞെടുത്തു. അവരെല്ലാം മറിഞ്ഞു വീണു. പീയൂസ്, നീ പോയിക്കോ, അല്ലെങ്കിൽ ബാരനെ ഞാൻ അറിയിക്കും, സത്യം! പേഴ്സി ആക്രോശിച്ചു. നെവിലിന്റെ തലയിൽ വാക്കിംഗ് സ്റ്റിക്കുകൾ ഇട്ട് പീയൂസ് നാവ് നീട്ടി അപ്രത്യക്ഷനായി. അവൻ പെട്ടെന്ന് അകന്നു പോകുന്നത് അവർ കേട്ടു. കാരണം അവൻ കടന്നു പോകുമ്പോൾ അരികിലുള്ള കവചങ്ങൾ മുഴങ്ങുന്നുണ്ടായിരുന്നു. പീയൂസിനെ സൂക്ഷിക്കണം, പേഴ്സി മുന്നറിയിപ്പ് നൽകി. അവർ വീണ്ടും നടപ്പ് തുടർന്നു. ബ്ലഡി ബാരന് മാത്രമാണ് അവനെ നിയന്ത്രിക്കാൻ കഴിയുന്നത്. അവൻ ഞങ്ങൾ പ്രിഫക്റ്റുകൾ പറയുന്നത് പോലും കേൾക്കില്ല. ഇതാ നമ്മൾ എത്തി. ഇടനാഴിയുടെ ഏറ്റവും അറ്റത്ത് പിങ്ക് സിൽക്ക് വസ്ത്രം ധരിച്ച വളരെ തടിച്ച ഒരു സ്ത്രീയുടെ ഛായാചിത്രം തൂക്കിയിട്ടിരുന്നു. പാസ്വേഡ്, അവൾ ചോദിച്ചു. ക്യാപുട്ട് ഡ്രാക്കോണിസ്, പേഴ്സി പറഞ്ഞു. ഛായാചിത്രം മുന്നോട്ട് നീങ്ങി ചുമരിലെ ഒരു വൃത്താകൃതിയിലുള്ള ദ്വാരം വെളിവാക്കി. അവരെല്ലാം അതിലൂടെ നുഴഞ്ഞു കയറി. നെവിലിന് ഒരു കാൽ മുകളിലേക്ക് ഉയർത്തേണ്ടി വന്നു. അവർ ഗ്രിഫിൻഡോർ കോമൺ റൂമിൽ എത്തി. മൃദുവായ കസേരകൾ നിറഞ്ഞ സുഖകരവും വൃത്താകൃതിയിലുള്ളതുമായ ഒരു മുറി. പേഴ്സി പെൺകുട്ടികളെ ഒരു വാതിലിലൂടെ അവരുടെ ഡോർമെറ്ററിയിലേക്കും ആൺകുട്ടികളെ മറ്റൊരു വാതിലിലൂടെയും നയിച്ചു. ഒരു പിരിയൻ ഗോവണിപ്പടിയുടെ മുകളിൽ, അതായത് ഒരു ഗോപുരത്തിൽ, അവർ ഒടുവിൽ അവരുടെ കിടക്കകൾ കണ്ടെത്തി. കടും ചുവപ്പ് വെൽവറ്റ് കർട്ടനുകളാൽ മറക്കപ്പെട്ട 5 കട്ടിലുകൾ. അവരുടെ പെട്ടികൾ ഇതിനകം അവിടെ എത്തിയിരുന്നു. അധികം സംസാരിക്കാൻ കഴിയാത്തത്ര ക്ഷീണിതരായ അവർ പൈജാമ ധരിച്ച് കിടക്കയിലേക്ക് വീണു. നല്ല ഭക്ഷണം അല്ലേ? മറകൾക്കിടയിലൂടെ റോൺ ഹാരിയോട് മന്ത്രിച്ചു. സ്കാബേഴ്സ്, ഇറങ്ങിപ്പോ, ഇവൻ എന്റെ വിരിപ്പ് ചവക്കുന്നു. റോണിനോട് ട്രിഗർ ടാർട്ട് കഴിച്ചോ എന്ന് ചോദിക്കാൻ ഹാരി പോവുകയായിരുന്നു. പക്ഷേ അപ്പോഴേക്കും അവൻ ഉറങ്ങിപ്പോയി. ഒരു പക്ഷേ ഹാരി അല്പം കൂടുതൽ കഴിച്ചിട്ടുണ്ടാകാം. കാരണം അവൻ വളരെ വിചിത്രമായ ഒരു സ്വപ്നം കണ്ടു. പ്രൊഫസർ ക്വിറലിന്റെ തലപ്പാവ് അവൻ ധരിച്ചിരുന്നു. അതവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. സ്ലിതറിനിലേക്ക് ഉടൻ തന്നെ മാറണമെന്ന് പറഞ്ഞു. കാരണം അതാണ് അവന്റെ നിയോഗമെന്ന്. സ്ലിതറിനിൽ ഇരിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്ന് ഹാരി തലപ്പാവിനോട് പറഞ്ഞു. അത് കൂടുതൽ ഭാരമുള്ളതായി മാറി. അവനത് ഊരിയെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് വേദനാജനകമായി മുറുകി. അതിനോട് മല്ലിടുമ്പോൾ മാൽഫോയ് അവനെ നോക്കി ചിരിച്ചു. അപ്പോൾ മാൽഫോയ് കൊളുത്തുമൂക്കുള്ള അധ്യാപകൻ സ്നേപ്പായി മാറി. അദ്ദേഹം ക്രൂരമായും നിർവികാരമായും ചിരിച്ചു. പച്ച വെളിച്ചം പൊട്ടിത്തെറിച്ചു. വിറച്ച് വിയർത്ത് ഹാരി ഉണർന്നു. വീണ്ടും അവൻ മറിഞ്ഞുകിടന്ന് ഉറങ്ങിപ്പോയി. പിറ്റേന്നുണർന്നപ്പോൾ അവന് സ്വപ്നം മറന്നുപോയി. അപ്പോൾ ഈ അധ്യായം ഇവിടെ അവസാനിച്ചു. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്റർ 8, ദ പോഷൻസ് മാസ്റ്റർ. ഇതാ നോക്ക്, ഇവിടെ ആ ചുവന്ന മുടിയുള്ള ഉയരമുള്ള കുട്ടിയുടെ അടുത്ത് കണ്ണട വെച്ചതാണോ? നീ അവന്റെ മുഖം കണ്ടോ? നീ അവന്റെ മുറിവ് കണ്ടോ? പിറ്റേന്ന് ഹാരി ഡോർമിറ്ററിയിൽ നിന്ന് ഇറങ്ങിയ നിമിഷം മുതൽ മന്ത്രിപ്പുകൾ അവനെ പിന്തുടർന്നു. ക്ലാസ് മുറികൾക്ക് പുറത്ത് കുട്ടികൾ അവനെ ഒരു നോക്ക് കാണാനായി ക്യൂ നിന്നു. അല്ലെങ്കിൽ ഇടനാഴിയിൽ അവനെ 2 തവണ കടന്നുപോയി. അങ്ങനെയൊന്നും ചെയ്യാതിരുന്നെങ്കിലെന്ന് ഹാരി അതിയായി ആഗ്രഹിച്ചു. കാരണം അവൻ ക്ലാസുകളിലേക്കുള്ള വഴി കണ്ടെത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഹോഗ്വാർട്സിൽ 142 പടിക്കെട്ടുകൾ ഉണ്ടായിരുന്നു. വീതിയുള്ളതും വീതി കുറഞ്ഞതും ഇടുങ്ങിയതും വളഞ്ഞതുമായവ. ചിലത് വെള്ളിയാഴ്ച വ്യത്യസ്തമായ ഒരു സ്ഥലത്തേക്ക് നയിച്ചു.
ചിലതിന്റെ പകുതിക്ക് നിങ്ങൾ ചാടാൻ ഓർമ്മിക്കേണ്ട ഒരു അപ്രത്യക്ഷമായ പടിയുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ മര്യാദക്ക് ചോദിച്ചില്ലെങ്കിൽ തുറക്കാത്ത വാതിലുകൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ കൃത്യമായ സ്ഥലത്ത് തന്നെ ഇക്കിളിപ്പെടുത്തേണ്ടത്. മറ്റു ചിലയിടത്ത് വാതിലുകൾ ഒട്ടും വാതിലുകളേ അല്ല, മറിച്ച് വാതിലുകളെന്ന് നടിക്കുന്ന ഉറപ്പുള്ള മതിലുകളായിരുന്നു. എന്തെങ്കിലും എവിടെയാണെന്ന് ഓർമ്മിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം എല്ലാം നന്നായി നീങ്ങുന്നതായിരുന്നു. ഛായാചിത്രങ്ങളിലുള്ള ആളുകൾ പരസ്പരം സന്ദർശിക്കാൻ പോയിക്കൊണ്ടിരുന്നു. അവിടുത്തെ കവചങ്ങൾക്ക് നടക്കാൻ കഴിയുമെന്ന് ഹാരിക്ക് ഉറപ്പുണ്ടായിരുന്നു. പ്രേതങ്ങളും സഹായിച്ചില്ല. നിങ്ങൾ തുറക്കാൻ ശ്രമിക്കുന്ന ഒരു വാതിലിലൂടെ പ്രേതങ്ങൾ പെട്ടെന്ന് കടന്നു പോകുന്നത് എപ്പോഴും ഒരു ഞെട്ടലായിരുന്നു. നിയർലി ഹെഡ്ലെസ് നിക്ക് എപ്പോഴും പുതിയ ഗ്രിഫിൻഡോറുകളെ ശരിയായ ദിശയിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നതിൽ സന്തോഷിച്ചു. പക്ഷേ പീവ്സ് എന്ന കുട്ടിച്ചാത്തൻ നിങ്ങളെ 2 പൂട്ടിയ വാതിലുകൾ കൊണ്ടോ ഗോവണി സൂത്രം കാട്ടിയോ ക്ലാസ്സിലെത്താൻ വൈകിക്കാൻ മിടുക്കനാണ്. അവൻ നിങ്ങളുടെ തലയിൽ മാലിന്യക്കൊട്ടകൾ ഇടും, നിങ്ങളുടെ കാലിനടിയിൽ നിന്ന് പരവതാനികൾ വലിക്കും, നിങ്ങളെ ചോക്ക് കഷണങ്ങൾ എറിയും, അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നിലൊളിച്ച് അദൃശ്യനായി നിങ്ങളുടെ മൂക്കിൽ പിടിച്ച് അലറും. നിന്റെ മൂക്കിന്ന് ഞാൻ. പീവ്സിനേക്കാൾ മോശമായത് എന്നുണ്ടെങ്കിൽ കെയർടേക്കർ ആഗസ് ഫിൽച്ച് ആയിരുന്നു. ആദ്യ പ്രഭാതത്തിൽ തന്നെ ഹാരിയും റോണും അദ്ദേഹത്തിന്റെ ദുർമുഖം കണ്ടു. നിരോധിച്ച 3-ാം നിലയിലെ അതിർത്തിക്ക് പുറത്തുള്ള ഇടനാഴിയിലേക്കുള്ള പ്രവേശന കവാടമായി നിർഭാഗ്യവശാൽ മാറിയ ഒരു വാതിലിലൂടെ അവർ അതിക്രമിച്ചു കടക്കാൻ ശ്രമിക്കുന്നത് ഫിൽച്ച് കണ്ടെത്തി. അവർക്ക് വഴി തെറ്റിപ്പോയെന്ന് അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവർ മനഃപൂർവ്വം അതിൽ അതിക്രമിച്ച് കടക്കാൻ ശ്രമിക്കുകയാണെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. കൂടാതെ അതുവഴി പോയ പ്രൊഫസർ ക്വിറൽ അവരെ രക്ഷപ്പെടുത്തിയപ്പോൾ അവരെ ഇരുട്ടറയിൽ പൂട്ടിയിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഫിൽച്ചിന് ഒരു മിസസ് നോറിസ് എന്നൊരു പൂച്ചയുണ്ടായിരുന്നു. ഫിൽച്ചിൻ്റേതുപോലെ തന്നെ വീർത്ത വിളക്ക് പോലുള്ള കണ്ണുകളുള്ള പൊടി പിടിച്ച നിറമുള്ള ശോഷിച്ച ഒരു പൂച്ച. അവൾ ഇടനാഴികളിൽ ഒറ്റയ്ക്ക് റോന്തു ചുറ്റി. അവളുടെ മുന്നിൽ ഒരു നിയമം ലംഘിച്ചാൽ അതിനപ്പുറത്തേക്ക് ഒരു കാൽവിരൽ കടന്നാൽ അവൾ ഫിൽച്ചിനായി വേഗത്തിൽ ഓടും. സെക്കൻഡുകൾക്കകം കിതച്ചുകൊണ്ട് ഫിൽച്ച് എത്തിയിരിക്കും. ഫിൽച്ചിന് സ്കൂളിന്റെ രഹസ്യ വഴികൾ മറ്റാരെക്കാളും നന്നായി അറിയാമായിരുന്നു, ഒരുപക്ഷെ വീസ്ലി ഇരട്ടകളെ ഒഴിച്ച്. കൂടാതെ ഏതൊരിടത്തും പ്രേതത്തെ പോലെ പ്രത്യക്ഷപ്പെടാനും അയാൾക്ക് കഴിഞ്ഞു. വിദ്യാർത്ഥികൾ എല്ലാവരും അയാളെ വെറുത്തിരുന്നു. മിസസ് നോറിസിന് ഒരു നല്ല ചവിട്ട് കൊടുക്കുക എന്നത് പലരുടെയും ഏറ്റവും പ്രിയപ്പെട്ട അഭിലാഷമായിരുന്നു. അങ്ങനെ നിങ്ങൾ ക്ലാസുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് തന്നെ ഒരു പാഠമായിരുന്നു. ഹാരി പെട്ടെന്ന് മനസ്സിലാക്കിയതുപോലെ മാന്ത്രികതയിൽ നിങ്ങളുടെ വടി വീശുകയും കുറച്ച് രസകരമായ വാക്കുകൾ പറയുകയും ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. എല്ലാ ബുധനാഴ്ചയും അർദ്ധരാത്രിയിൽ അവർ ദൂരദർശിനിയിലൂടെ രാത്രി ആകാശത്തെക്കുറിച്ച് പഠിക്കുകയും വ്യത്യസ്ത നക്ഷത്രങ്ങളുടെ പേരുകളും ഗ്രഹങ്ങളുടെ ചലനങ്ങളും പഠിക്കുകയും ചെയ്യണമായിരുന്നു. പ്രൊഫസർ സ്പ്രൗട്ട് എന്ന പൊക്കം കുറഞ്ഞ മന്ത്രവാദിനിയോടൊപ്പം അവർ ആഴ്ചയിൽ 3 തവണ കാസിലിന് പിന്നിലെ ഹരിതഗൃഹങ്ങളിൽ സസ്യശാസ്ത്രം പഠിക്കാൻ പോയി. അവിടെ അവർ വിചിത്ര സസ്യങ്ങളെയും ഫംഗികളെയും എങ്ങനെ പരിപാലിക്കാമെന്ന് പഠിച്ചു. അവ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് കണ്ടെത്തി. ഏറ്റവും വിരസമായ പാഠം ഹിസ്റ്ററി ഓഫ് മാജിക് ആയിരുന്നു. ഒരു പ്രേതം പഠിപ്പിക്കുന്ന ഒരേ ഒരു ക്ലാസ് ആയിരുന്നു അത്. പ്രൊഫസർ ബിൻസ് സ്റ്റാഫ് റൂമിലെ തീയുടെ മുന്നിൽ ഉറങ്ങിപ്പോയത് വളരെ പ്രായമായപ്പോഴാണ്. പിറ്റേന്ന് രാവിലെ പഠിപ്പിക്കാൻ എഴുന്നേറ്റപ്പോൾ ശരീരം എഴുന്നേറ്റില്ല. കുട്ടികൾ പേരുകളും തീയതികളും എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പ്രൊഫസർ ബിൻസ് വലിച്ചു നീട്ടി എമിറിക് ദ ഈവിൾ, യൂറിക് ദ ഓഡ്ബോൾ എന്നിവരെ കൂട്ടിക്കലർത്തി. ചാംസ് അധ്യാപകനായ പ്രൊഫസർ ഫ്ലിറ്റ്വിക് ഒരു കൊച്ചു മാന്ത്രികനായിരുന്നു. അദ്ദേഹത്തിന് തന്റെ മേശയ്ക്ക് മുകളിലൂടെ നോക്കാൻ പുസ്തകങ്ങളുടെ കൂമ്പാരത്തിൽ നിൽക്കേണ്ടി വന്നു. അവരുടെ ആദ്യ പാഠത്തിന്റെ തുടക്ക ദിവസം അദ്ദേഹം രജിസ്റ്റർ എടുത്തു.
ഹാരിയുടെ പേരെത്തിയപ്പോൾ അദ്ദേഹം ആവേശഭരിതമായ ഒരു ഞരക്കം പുറപ്പെടുവിച്ച് കാഴ്ചയിൽ നിന്ന് മറഞ്ഞു. പ്രൊഫസർ മക്ഗോണാഗൽ വ്യത്യസ്തയായിരുന്നു. അവളൊരു കയ്യിലെടുക്കാൻ പറ്റിയ അധ്യാപികയല്ലെന്ന് ഹാരി കരുതിയത് വളരെ ശരിയായിരുന്നു. കർക്കശക്കാരിയും ബുദ്ധിമതിയുമായ അവൾ ആദ്യത്തെ ക്ലാസ്സിൽ അവർ ഇരുന്ന നിമിഷം അവരോട് ഒരു സംസാരം നടത്തി. ഹോഗ്വാർട്സിൽ നിങ്ങൾ പഠിക്കുന്ന ഏറ്റവും സങ്കീർണവും അപകടകരവുമായ മാജിക്കുകളിൽ ഒന്നാണ് രൂപാന്തരീകരണം, അവൾ പറഞ്ഞു. എന്റെ ക്ലാസ്സിൽ കുഴപ്പമുണ്ടാക്കുന്ന ആർക്കും ഇവിടെ നിന്ന് പോകാം, പിന്നെ തിരിച്ചു വരണ്ട. ഇത് നിങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ്. പിന്നീട് അവൾ തന്റെ മേശയെ ഒരു പന്നിയാക്കി മാറ്റി. തിരിച്ചും. കാത്തിരിക്കാൻ കഴിയാത്തത്ര രീതിയിൽ അവരെല്ലാം വളരെ ആകൃഷ്ടരായി. പക്ഷേ കുറെ നേരത്തേക്ക് ഫർണിച്ചറുകളെ മൃഗങ്ങളാക്കി നിർത്താൻ അവൾ ആഗ്രഹിക്കുന്നില്ലെന്ന് അവർ പെട്ടെന്ന് മനസ്സിലാക്കി. സങ്കീർണമായ നിരവധി കുറിപ്പുകൾ എഴുതിയ ശേഷം അവർക്ക് ഓരോരുത്തർക്കും ഒരു തീപ്പെട്ടി നൽകുകയും അതൊരു സൂചിയാക്കി മാറ്റാൻ ശ്രമിപ്പിക്കുകയും ചെയ്തു. പാഠം അവസാനിപ്പിക്കുമ്പോൾ ഹെർമിയോണി ഗ്രേഞ്ചർ മാത്രമാണ് അവളുടെ തീപ്പെട്ടിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തിയത്. പ്രൊഫസർ മക്ഗോണാഗൽ അതെങ്ങനെ സിൽവർ നിറത്തിലായെന്നും മുന വന്നതെന്നും ക്ലാസ്സിനെ കാണിച്ചു കൊടുത്തു. ശേഷം ഹെർമിയോണിക്ക് ഒരു അപൂർവ പുഞ്ചിരി സമ്മാനിച്ചു. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ക്ലാസ് ഡിഫൻസ് അഗെയിൻസ്റ്റ് ദ ഡാർക്ക് ആർട്സ് ആയിരുന്നു. പക്ഷേ ക്വിറലിന്റെ പാഠങ്ങൾ ഒരു തമാശയായി മാറി. അയാളുടെ ക്ലാസ് മുറിയിൽ വെളുത്തുള്ളിയുടെ രൂക്ഷഗന്ധം ഉണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞത് റൊമാനിയയിൽ വെച്ച് കണ്ടുമുട്ടിയ ഒരു വാമ്പയറിനെ അകറ്റാനാണിതെന്നും ഈ ദിവസങ്ങളിൽ തന്നെ കൊണ്ടുപോകാൻ അവൻ തിരിച്ചു വന്നേക്കാമെന്ന് അയാൾ ഭയന്നിരുന്നു എന്നുമാണ്. ശല്യക്കാരനായ ഒരു സോംബിയെ ഒഴിവാക്കിയതിന് നന്ദി സൂചകമായി ഒരു ആഫ്രിക്കൻ രാജകുമാരൻ തനിക്ക് സമ്മാനിച്ചതാണ് ഈ തലപ്പാവെന്ന് അയാൾ അവരോട് പറഞ്ഞു. പക്ഷേ ഈ കഥ അവർ വിശ്വസിക്കുമെന്ന് അവർക്ക് പോലും ഉറപ്പില്ലായിരുന്നു. കാരണം ക്വിറൽ സോംബിയെ എങ്ങനെ നേരിട്ടുവെന്ന് സീമസ് ഫിനിഗൻ ആകാംക്ഷയോടെ ചോദിച്ചപ്പോൾ ക്വിറൽ ചുവന്നു തുടുത്തു. ശേഷം അയാൾ കാലാവസ്ഥയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. മറ്റൊന്ന്, തലപ്പാവിന് ചുറ്റും ഒരു വിചിത്രമായ ഗന്ധം തങ്ങി നിൽക്കുന്നത് അവർ ശ്രദ്ധിച്ചു. ക്വിറൽ പോകുന്നിടത്തെല്ലാം അദ്ദേഹത്തിന് സംരക്ഷണം ലഭിക്കുന്നതിനായി അതിൽ വെളുത്തുള്ളി നിറച്ചിരിക്കുമെന്ന് വീസ്ലി ഇരട്ടകൾ വാദിച്ചു. താൻ മറ്റുള്ളവരെക്കാൾ പിന്നിലല്ലെന്നറിഞ്ഞപ്പോൾ ഹാരിക്ക് വളരെ ആശ്വാസം തോന്നി. അവനെപ്പോലെ മകിൽ കുടുംബങ്ങളിൽ നിന്നുള്ള ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. മന്ത്രവാദിനികളോ മാന്ത്രികരോ ആണെന്ന് ഒരു ധാരണയും ഇല്ലാതിരുന്നവർ. റോണിനെ പോലുള്ള ആളുകൾക്ക് പോലും വലിയ തുടക്കമൊന്നും ഉണ്ടായിരുന്നില്ല. പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച ഹാരിക്കും റോണിനും ഒരു പ്രധാന ദിവസമായിരുന്നു. വഴി ഒരിക്കൽ പോലും തെറ്റാതെ പ്രഭാത ഭക്ഷണത്തിനായി ഗ്രേറ്റ് ഹാളിലേക്ക് എത്താൻ അവർ പഠിച്ചു. ഇന്ന് നമുക്ക് എന്താണ്? പോറിഡ്ജിൽ പഞ്ചസാര ഇടുന്നതിനിടയിൽ ഹാരി റോണിനോട് ചോദിച്ചു. സ്ലിതറിനോടൊപ്പം 2 പോർഷൻസ്, റോൺ പറഞ്ഞു. സ്ലിതറിൻ ഹൗസിന്റെ ഹെഡാണ് സ്നേപ്പ്. അദ്ദേഹം എപ്പോഴും അവരെ അനുകൂലിക്കുമത്രേ. അത് സത്യമാണോ എന്ന് നമുക്ക് ഇന്നറിയാം. മക്ഗോണാഗലും അതുപോലെ ആയിരുന്നെങ്കിൽ നന്നായേനെ, ഹാരി പറഞ്ഞു. പ്രൊഫസർ മക്ഗോണാഗൽ ഗ്രിഫിൻഡോർ ഹൗസിന്റെ ഹെഡായിരുന്നു. പക്ഷേ എന്നുവെച്ച് തലേ ദിവസം വലിയൊരു ഹോംവർക്ക് അവർക്ക് നൽകുന്നതിൽ അവൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിരുന്നില്ല. അപ്പോഴേക്കും പോസ്റ്റ് എത്തി. ഹാരി ഇതിനോടകം അതുമായി പൊരുത്തപ്പെട്ടിരുന്നു. പക്ഷേ ആദ്യ പ്രഭാതത്തിൽ പ്രഭാത ഭക്ഷണ സമയത്ത് ഏകദേശം 100ഓളം മൂങ്ങകൾ പെട്ടെന്ന് ഗ്രേറ്റ് ഹാളിലേക്ക് ഇരച്ചു കയറിയത് അവനെ അല്പം ഞെട്ടിച്ചു കളഞ്ഞു. ഉടമകളെ കാണുന്നതുവരെ മേശകൾക്ക് ചുറ്റും വട്ടമിട്ട് കത്തുകളും പാക്കേജുകളും അവരുടെ മടിയിലിട്ടു. ഹെഡ്വിഗ് ഇതുവരെ ഹാരിക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അവൾ ചിലപ്പോൾ അവന്റെ ചെവി കടിക്കാനും അല്പം ടോസ്റ്റ് കഴിക്കാനുമായി പറന്നു വന്ന് പിന്നീട് സ്കൂളിലെ മറ്റു മൂങ്ങകളോടൊപ്പം കൂട്ടിൽ ഉറങ്ങാൻ പോകും. പക്ഷേ ഇന്ന് രാവിലെ അവൾ മാമലേഡിനും പഞ്ചസാര പാത്രത്തിനും ഇടയിൽ പറന്നു നടന്ന് ഹാരിയുടെ പ്ലേറ്റിലേക്ക് ഒരു കുറിപ്പിട്ടു. ഹാരി ഉടനെ അത് പൊട്ടിച്ചു. പ്രിയപ്പെട്ട ഹാരി, വളരെ
വൃത്തികെട്ട ഒരു ചുളിവിൽ അത് സംസാരിക്കാൻ തുടങ്ങി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് അവധി ലഭിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ 3 മണിയോടെ എൻ്റെ കൂടെ ഒരു കപ്പ് ചായ കുടിക്കാൻ നിങ്ങൾക്ക് വരാമോ? നിന്റെ ആദ്യ ആഴ്ചയെക്കുറിച്ച് എല്ലാം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹെഡ്വിഗിന്റെ കയ്യിൽ ഒരു മറുപടി അയക്കുക, ഹാഗ്രിഡ്. ഹാരി റോണിന്റെ ക്വിൽ കടം വാങ്ങി കുറിപ്പിന്റെ പിന്നിൽ തീർച്ചയായും കാണാം എന്നെഴുതി ഹെഡ്വിഗിനെ വീണ്ടും പറഞ്ഞയച്ചു. ഹാഗ്രിഡിനൊപ്പം ചായ കുടിക്കുക എന്നത് കൊതിയോടെ ഹാരി കാത്തിരുന്നു. കാരണം പോഷൻസ് ക്ലാസ് ഇതുവരെ അവന് സംഭവിച്ചതിൽ വച്ച് ഏറ്റവും മോശമായ കാര്യമായിരുന്നു. വർഷാരംഭത്തിലെ വിരുന്നിൽ പ്രൊഫസർ സ്നേപ്പിന് തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നൊരു ധാരണ ഹാരിക്ക് ഉണ്ടായിരുന്നു. ആദ്യ പോഷൻസ് ക്ലാസ് അവസാനിച്ചപ്പോഴേക്കും താൻ സ്നേപ്പിനെ തെറ്റിദ്ധരിച്ചുവെന്ന് അവന് മനസ്സിലായി. സ്നേപ്പിന് ഹാരിയെ ഇഷ്ടക്കേടില്ല, പകരം അയാൾക്കവനെ വെറുപ്പായിരുന്നു. താഴെ ഒരു ഇരുട്ടറയിലാണ് പോഷൻസ് ക്ലാസുകൾ നടന്നത്. പ്രധാന കോട്ടയേക്കാൾ അവിടം തണുപ്പായിരുന്നു. ചുവരുകളിൽ ചുറ്റും ഗ്ലാസ് പാത്രങ്ങളിൽ പൊങ്ങിക്കിടക്കുന്ന അച്ചാറിലിട്ട ജീവികൾ ഇല്ലായിരുന്നെങ്കിൽ പോലും ആ മുറി പേടിപ്പിക്കുന്നത് തന്നെയായിരുന്നു. ഫ്ലിറ്റ്വിക്കിനെ പോലെ സ്നേപ്പും രജിസ്റ്റർ എടുത്ത് ക്ലാസ് ആരംഭിച്ചു. ഫ്ലിറ്റ്വിക്കിനെ പോലെ അദ്ദേഹവും ഹാരിയുടെ പേരിൽ നിർത്തി. അതെ, അയാൾ മൃദുവായി പറഞ്ഞു. ഹാരി പോട്ടർ, നമ്മുടെ പുതിയ പ്രശസ്തൻ. ഡ്രാക്കോ മാൽഫോയും കൂട്ടുകാരായ ക്രാബും ഗോയലും കൈകൾ മറച്ച് ചിരിച്ചു. സ്നേപ്പ് പേരുകൾ വിളിച്ച് അവസാനിപ്പിച്ച് ക്ലാസ്സിലേക്ക് നോക്കി. ഹാഗ്രിഡിന്റെ കണ്ണുകൾ പോലെ കറുത്തതായിരുന്നു അയാളുടെ കണ്ണുകൾ. എന്നാൽ അവയ്ക്ക് ഹാഗ്രിഡിന്റെ ഊഷ്മളത ഒട്ടുമുണ്ടായിരുന്നില്ല. അവ നിർവികാരമായിരുന്നു. ഇരുണ്ട തുരങ്കങ്ങളെക്കുറിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കും വിധം. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് സൂക്ഷ്മമായ ശാസ്ത്രവും മരുന്ന് നിർമ്മാണത്തിന്റെ കൃത്യമായ കലയും പഠിക്കാനാണ്, അദ്ദേഹം തുടങ്ങി. അദ്ദേഹത്തിന്റെ സംസാരം ഒരു മന്ത്രം പോലെയായിരുന്നു, പക്ഷെ ഓരോ വാക്കും അവർ മനസ്സിലാക്കി. പ്രൊഫസർ മക്ഗൊണാഗലിനെ പോലെ സ്നേപ്പിനും പരിശ്രമമില്ലാതെ ഒരു ക്ലാസ്സിൽ നിശബ്ദത നിലനിർത്താനുള്ള കഴിവുണ്ടായിരുന്നു. ഇവിടെ ഒരു വടിവീശൽ കുറവായതിനാൽ നിങ്ങളിൽ പലരും ഇത് മാജിക് ആണെന്ന് വിശ്വസിക്കില്ല. തിളങ്ങുന്ന പുകകളുള്ള മൃദുവായി തിളക്കുന്ന കോൾഡ്രോണിന്റെ ഭംഗി, മനുഷ്യ സിരകളിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന മനസ്സിനെ വശീകരിക്കുന്ന ദ്രാവകങ്ങളുടെ സൂക്ഷ്മമായ ശക്തി, ഇന്ദ്രിയങ്ങളെ കെണിയിൽ വീഴ്ത്തുന്ന പ്രശസ്തി എങ്ങനെ കുപ്പിയിലാക്കാമെന്ന്, മരണത്തെപ്പോലും എങ്ങനെ തടയാമെന്നും ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങളും ഞാൻ സാധാരണയായി പഠിപ്പിക്കുന്നത് പോലെ വലിയ ഒരു കൂട്ടം മണ്ടന്മാരല്ലെങ്കിൽ. ഈ ചെറിയ പ്രസംഗത്തിന് ശേഷം കൂടുതൽ നിശബ്ദത പടർന്നു. ഹാരിയും റോണും പുരികമുയർത്തി നോട്ടങ്ങൾ കൈമാറി. ഹെർമിയോണി ഗ്രേഞ്ചർ സീറ്റിന്റെ അരികിലിരുന്ന് താൻ ഒരു മണ്ടിയല്ലെന്ന് തെളിയിക്കാൻ നിരാശയോടെ കാത്തിരുന്നു. പോട്ടർ, സ്നേപ്പ് പൊടുന്നനെ വിളിച്ചു. ആസ്ഫോർഡൽ വേര് പൊടിച്ചത് വംവുഡിന്റെ ഒരു കഷായത്തിൽ ചേർത്താൽ എന്ത് കിട്ടും? എന്തിന്റെ പൊടിച്ച വേരിലേക്ക്? ഹാരി റോണിനെ നോക്കി. റോണും തന്നെ പോലെ തന്നെ സ്തംഭിച്ചു പോയിരുന്നു. ഹെർമിയോണിയുടെ കൈ വായുവിലേക്ക് ഉയർന്നു. എനിക്കറിയില്ല സർ, ഹാരി പറഞ്ഞു. സ്നേപ്പിന്റെ ചുണ്ടുകൾ ഒരു പരിഹാസത്തിലേക്ക് ചുരുണ്ടു. പ്രശസ്തി കൊണ്ട് എല്ലാം ആകില്ല. അയാൾ ഹെർമിയോണിയുടെ കൈ അവഗണിച്ചു. നമുക്ക് വീണ്ടും ശ്രമിക്കാം പോട്ടർ. ഒരു ബെസോർ കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞാൽ നീ എവിടെ നോക്കും? ഹെർമിയോനി സീറ്റിൽ നിന്ന് ഇറങ്ങാതെ തന്നെ തന്റെ കൈ വായുവിലേക്ക് ഉയർത്തി. പക്ഷേ ഒരു ബെസോർ എന്താണെന്ന് പോലും ഹാരിക്ക് മനസ്സിലായില്ല. ചിരിച്ച് വിറച്ചുകൊണ്ടിരുന്ന മാൽഫോയ്, ക്രാബ്, ഗോയൽ എന്നിവരെ നോക്കാതിരിക്കാൻ അവൻ ശ്രമിച്ചു. എനിക്കറിയില്ല സർ. വരുന്നതിനു മുമ്പ് ഒരു പുസ്തകം പോലും തുറന്നില്ല അല്ലേ പോട്ടർ? ആ തണുത്ത കണ്ണുകളിലേക്ക് നേരെ നോക്കാൻ ഹാരി പ്രയത്നിച്ചു. ഡേഴ്സ്ലികളുടെ വീട്ടിലായിരുന്നപ്പോൾ പുസ്തകങ്ങൾ അവൻ നോക്കിയിരുന്നു. പക്ഷേ 1000 മാജിക്കൽ ഹെർബ്സ് ആൻഡ് ഫംഗിയിലെ എല്ലാം താൻ ഓർത്തിരിക്കുമെന്ന് സ്നേപ്പ് പ്രതീക്ഷിച്ചിരുന്നു. സ്നേപ്പ്
അപ്പോഴും ഹെർമിയോണിയുടെ വിറയ്ക്കുന്ന കൈ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. പോട്ടർ, മോങ്ഷുഡും വോൾഫ്സ് ബെയിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് കേട്ടപ്പോൾ ഹെർമിയോണി എഴുന്നേറ്റു. അവളുടെ കൈ ഇരുട്ടറയുടെ മേൽക്കൂരയിലേക്ക് നീട്ടി. എനിക്കറിയില്ല, ഹാരി ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഹെർമിയോണിക്ക് അറിയാമെന്ന് തോന്നുന്നു. താങ്കൾ എന്തുകൊണ്ട് അവളോട് ചോദിച്ചു നോക്കുന്നില്ല? കുറച്ചുപേർ ചിരിച്ചു. ഹാരി സീമസിനെ നോക്കിയപ്പോൾ സീമസ് കണ്ണിറുക്കി. എന്നിരുന്നാലും സ്നേപ്പിനത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇരിക്ക്, അയാൾ ഹെർമിയോണിയോട് കയർത്തു. നിങ്ങളുടെ അറിവിലേക്കായി ആസ്ഫോഡലും വെംവുഡും ചേർത്ത് ഒരു ശക്തമായ ഉറക്കമരുന്ന് ഉണ്ടാക്കാം. അതിനാൽ അത് ജീവനോടുള്ള മരണത്തിന്റെ മരുന്ന് എന്നറിയപ്പെടുന്നു. ഒരു ആടിന്റെ വയറ്റിൽ നിന്ന് എടുക്കുന്ന ഒരു കല്ലാണ് ബെസോർ. ഇത് നിങ്ങളെ മിക്ക വിഷങ്ങളിൽ നിന്നും സംരക്ഷിക്കും. മോങ്ഷുഡിനെയും വോൾഫ്സ്ബെയിനെയും കുറിച്ച്, അവ ഒരേ സസ്യമാണ്. അത് അക്കനൈറ്റ് എന്നുകൂടെ അറിയപ്പെടുന്നു. ശരി, നിങ്ങളെല്ലാവരും ഇത് എഴുതിയെടുക്കാത്തത് എന്താണ്? പെട്ടെന്ന് ക്വില്ലുകൾക്കും കടലാസ് കഷണങ്ങൾക്കും വേണ്ടിയുള്ള ഒരു അന്വേഷണം അവിടെ ആരംഭിച്ചു. ബഹളത്തിനിടയ്ക്ക് സ്നേപ്പ് പറഞ്ഞു, പോട്ടർ, നിന്റെ അധിക പ്രസംഗത്തിന് ഗ്രിഫിൻഡോർ ഹൗസിൽ നിന്ന് ഒരു പോയിന്റ് എടുക്കുന്നു. പോഷൻസ് ക്ലാസ് തുടർന്നിട്ടും ഗ്രിഫിൻഡോസിന്റെ കാര്യങ്ങൾ മെച്ചപ്പെട്ടില്ല. സ്നേപ്പ് അവരെയെല്ലാം ജോഡികളാക്കി കുരുവിന് ഒരു ലളിതമായ മരുന്നുണ്ടാക്കാൻ അവരെ തയ്യാറാക്കി നിർത്തി. അയാൾ തന്റെ നീണ്ട കറുത്ത കുപ്പായം ധരിച്ച് ഉണങ്ങിയ തൂവ അളക്കുന്നതും പാമ്പിന്റെ പല്ലുകൾ ചതയ്ക്കുന്നതും നോക്കി നിന്നു. അയാൾക്കിഷ്ടപ്പെട്ട മാൽഫോയ് ഒഴികെയുള്ള മിക്കവാറും എല്ലാവരെയും വിമർശിച്ചു. മാൽഫോയ് തന്റെ ഹോണ്ട് സ്ലഗുകളെ പാകം ചെയ്യുന്ന രീതി നോക്കാൻ അയാൾ എല്ലാവരോടും പറഞ്ഞു. ആസിഡ് പച്ചപ്പുകയും ഉച്ചത്തിലുള്ള സീൽക്കാല ശബ്ദവും തടവറയിൽ നിറഞ്ഞു. സീമസിന്റെ കോൾട്രോൺ എങ്ങനെയോ ഒരു വളഞ്ഞ തുള്ളിയായി ഉരുക്കാൻ നെവിലിന് കഴിഞ്ഞു. അവരുടെ മരുന്ന് കല്ലുതറയിലൂടെ ഒഴുകി. ആളുകളുടെ ഷൂസ് കത്തിച്ച് അത് ദ്വാരങ്ങൾ ഉണ്ടാക്കി. നിമിഷങ്ങൾക്കുള്ളിൽ മുഴുവൻ കുട്ടികളും അവരുടെ സ്റ്റൂളുകളിൽ കയറി നിൽക്കുകയായിരുന്നു. കാരണം കോൾട്രോൺ തകർന്ന് പോഷനിൽ കുളിച്ച് കൈകാലുകളിൽ നിറയെ ചുവന്ന കുരുക്കളുമായി നെവിൽ വേദനയോടെ കരയുകയായിരുന്നു. ഇഡിയറ്റ് ബോയ്, സ്നേപ്പ് മുരണ്ടു. തന്റെ വടി ഒരു വീശലോടെ അദ്ദേഹം അവന്റെ ദേഹത്തുള്ള പോഷൻ നീക്കം ചെയ്തു. നീ തീയിൽ നിന്ന് കോൾട്രോൺ എടുക്കുന്നതിന് മുമ്പ് പോക്യുപ്പിംഗ് ക്വിൽസ് ചേർത്തതാണെന്ന് എനിക്ക് തോന്നുന്നു. മൂക്കിലുടനീളം കുരു പൊങ്ങുന്നതിനിടയിൽ നെവിൽ എന്തോ പിറുപിറുത്തു. ഇവനെ ആശുപത്രി വിഭാഗത്തിലേക്ക് കൊണ്ടുപോകൂ, സ്നേപ്പ് സീമസിനോട് ആജ്ഞാപിച്ചു. പിന്നെ നെവിലിന്റെ അടുത്തായി നിന്നിരുന്ന ഹാരിയുടെയും റോണിന്റെയും നേരെ അയാൾ തിരിഞ്ഞു. പോട്ടർ, നീ എന്തുകൊണ്ടാണ് അവനോട് ക്വിൽസ് ചേർക്കരുതെന്ന് പറയാതിരുന്നത്? അവനെ കൊണ്ട് തെറ്റ് ചെയ്യിച്ച് സ്വയം നല്ലവനായി കാണിക്കാമെന്ന് കരുതിയോ? നീ കാരണം ഗ്രിഫിൻഡോറിൽ നിന്ന് ഒരു പോയിന്റ് കൂടിയെടുക്കുന്നു. അപ്പോൾ നമുക്ക് ഈ അധ്യായത്തിന്റെ ബാക്കി നെക്സ്റ്റ് വീഡിയോ ആയി ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ല പ്ലീസ്. ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ, ഇഫ് പോസിബിൾ വിത്ത് യുവർ റിയൽ നെയിം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. താങ്ക് യു.